പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഈ പ്രസിഡന്റിന്റെ കീഴിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് ഭാരവാഹിത്വം ഏൽപ്പിച്ചത് ഈ പ്രസിഡന്റാണ്. എന്ത് പ്രശ്നം പറഞ്ഞാലും വിഷമം പറഞ്ഞാലും വളരെ ക്ഷമയോടെ കൂടി കേൾക്കുന്ന, സൗമ്യനായി ഉത്തരം തരുന്ന ഒരാൾ, നമ്മുടെ അഭിപ്രായത്തിന് മാന്യത തരുന്ന പ്രസിഡന്റ്. ഈ പ്രസിഡന്റിന് ശേഷം ആരെന്ന് ആലോചിക്കുമ്പോൾ ആര് വന്നാലും ഇത്രത്തോളം ആവില്ലെന്നൊക്കെയുള്ള ഉത്തരം കിട്ടാത്ത വിധത്തിൽ ചെറുപ്പമായി ഈ പ്രസ്ഥാനത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്ന ഒരാൾ. നിയമസഭാ പുസ്തകമേളയിൽ മക്ബത്തിന്റെ സ്റ്റാളിൽ പ്രിയപ്പെട്ട MLAയോടൊപ്പം MA ഷഹനാസ് എന്നിട്ട് ഹാഷ്ടാഗ് ഷാഫി പറമ്പിൽ MLA എന്നുകൂടി പങ്കുവച്ചിട്ടുണ്ട്. ഞാനിപ്പോ വായിച്ച ഈ കുറിപ്പ്, ഈ ഫേസ്ബുക്ക് കുറിപ്പ്, സോഷ്യൽ മീഡിയ കുറിപ്പ് 2023 ജനുവരി 23 MA ഷഹനാസ് എന്ന് പറയുന്ന യുവതി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ്. അതോടൊപ്പം ഷാഫി പറമ്പിലിനോടൊപ്പം ആ മക്ബത്തിന്റെ ആ പുസ്തക സ്റ്റാളിൽ നിൽക്കുന്ന ചിത്രം കൂടി MA ഷഹനാസ് പങ്കുവച്ചിട്ടുണ്ട്. 2 ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ MA ഷഹനാസ് പറഞ്ഞ ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്ത് പ്രശ്നം പറഞ്ഞാലും വിഷമം പറഞ്ഞാലും വളരെ ക്ഷമയോട് കൂടി കേൾക്കുന്ന, സൗമ്യനായി ഉത്തരം തരുന്ന ഒരാൾ, നമ്മുടെ അഭിപ്രായത്തിന് മാന്യത തരുന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ടാണ്, ആ ഒരു ഇമോജി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് MA ഷഹനാസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് 2023 ജനുവരി 23 പങ്കുവെക്കുന്നത്. അതേ ഷഹനാസ് ആണ് ഈ ഇന്നലകളിൽ CPM തൊടുത്തുവിട്ട ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ കുന്തമുന പലപ്പോഴും ഷാഫി പറമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, രാഹുൽ വഴി ഷാഫി പറമ്പിലേക്ക് എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും CPM നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഈ പറയുന്ന ഷഹനാസ് അതിനെ ഏറ്റുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ചിത്രം, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ സലീൻ ഉണ്ട്, ഷഹനാസ് ഉണ്ട്, ഹണി ഭാസ്കർ ഉണ്ട്. ഇവർ 3 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട്, സലീൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഇളിക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രം 2023 അല്ല, 2024 അല്ല, 2022 അല്ല, 2021 അല്ല, ഒന്നുമല്ല, 2025 എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ വെച്ചുകൊണ്ട് സലിന്റെ ഭാര്യയായ സൗമ്യ സലിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ, അവിടെ വെച്ച് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ചുകൊണ്ട് ഒരു പുസ്തക പ്രകാശനം നടത്തിയപ്പോൾ അന്ന് സലിൻ പങ്കെടുത്തപ്പോൾ അന്ന് സലിനൊപ്പം നിന്നുകൊണ്ട് ഈ 2 പേരും ഇടത്തും വലത്തും നിന്ന് ഇളിക്കുന്ന ഫോട്ടോകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇളിക്കുന്ന ഒന്ന് ഹണി ഭാസ്കർ ആണ്, മറ്റൊന്ന് MA ഷഹനാസ് ആണ്. മറ്റു നടുവിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആചാര്യനായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് കോൺഗ്രസിൽ നിന്ന് കാലുമാറി കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം ചാടി CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ പറയുന്ന സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് CPMനും LDFനും മത്സരിപ്പിക്കാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കാൻ ഒരാളെ കിട്ടാഞ്ഞിട്ട് അവസാനം കോൺഗ്രസിലുള്ള ഒരു തന്നെ ചാടിച്ചു കൊണ്ടുവന്നിട്ട് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച 8 നിലയിൽ പൊട്ടിയ രാഹുലുമായിട്ട് 28,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ വോട്ട് മാർജിനിൽ വോട്ടിന്റെ വ്യത്യാസമുണ്ടായ നടുക്ക് നിൽക്കുന്ന സലിനൊപ്പം നിന്നുകൊണ്ട് ഇളിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് ഷാഫിയിലേക്ക് എത്തിക്കാൻ പലപ്പോഴായിട്ട് പലരും പല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ മറ്റൊരു കുറിപ്പ് കൂടി വായിക്കാം. ആ കുറിപ്പ് പോസ്റ്റ് വെച്ചത് ജനുവരി 9, 2024 എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പങ്കുവച്ചതാണ്. അന്ന് ഈ ജനുവരി 9, 2024 MA ഷഹനാസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിലെ മഹാപ്രസ്ഥാനത്തിന്റെ യുവജനതയെ നയിക്കുന്ന നേതാവ് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം ക്രിമിനൽ കുറ്റമാണോ? നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ ശബ്ദമുയർത്തുന്നതും പ്രതികരിക്കുന്നതും? പേര് കൊള്ളാം, നവകേരളം. സമരങ്ങൾക്ക് DYFI ചെയ്യുമ്പോൾ ജനകീയം, ജനപാധിപത്യത്തിൽ അധിഷ്ഠിതം. മറ്റു യുവജന സംഘടനകൾ ചെയ്യുമ്പോൾ ജനാധിപത്യ വിരുദ്ധം. വെറുതെ അല്ല, ഞങ്ങളുടെ പാർട്ടി തന്നെയാ
എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് ജനുവരി 9, 2024, ഞാൻ ഈ പറയുന്ന ഡേറ്റുകളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അതിന്റെ ആ പ്രധാനപ്പെട്ട ഘടകത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പോ 2024 ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഷഹനാസ് പോസ്റ്റ് ചെയ്തതാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഇനി മറ്റൊരു പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം. അത് നവംബർ 20, 2023 ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം ഇട്ടതാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പടനായകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തംസപ്പിന്റെ ഇമോജി കൂടി ചേർത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തില്, അബിൻ വർക്കി, അരിത ബാബു ഇവര് 3 പേരുടെയും ചിത്രങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ 2023 നവംബർ 20 എം എ ഷഹനാസ് ഇങ്ങനെ ഒരു പോസ്റ്റ് കുറിക്കുന്നത്. ഇനി ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എം എ ഷഹനാസ് പറഞ്ഞ ആരോപണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എം എ ഷഹനാസ് പറഞ്ഞത് എന്താണ്? ഡൽഹിയില് കർഷക സമരം നടക്കുന്ന അവസരത്തില് അന്ന് ഡൽഹിയിലേക്ക് രാഹുലിനോടൊപ്പം പോവാൻ ആവശ്യപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് ഷഹനാസ് പറഞ്ഞത്. അത് ഒരു കാര്യം. രണ്ടാമത്തത്, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഷാഫിയോട് പറയുമ്പോൾ ഷാഫിക്ക് വലിയ ഒരു പുച്ഛമായിരുന്നു ഷാഫിയുടെ മനോഭാവം എന്നാണ് എം എ ഷഹനാസ് പറയുന്നത്. ഇനി എങ്ങനെ ഇത് എന്ത് കളിച്ചിട്ടും ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ട് യോജിക്കുന്നില്ല എനിക്ക്. ഒന്നില്ലെങ്കിൽ ഷഹനാസ് എന്താകണമായിരുന്നു, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇവരെ രണ്ടുപേരെയും പുകഴ്ത്തി പറഞ്ഞ ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയെങ്കിലും ഷഹനാസിന് ഉണ്ടാവണമായിരുന്നു. ഷഹനാസ് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഡൽഹിയിൽ കർഷക സമരം നടന്നത് എപ്പോഴാണ്? 2020, 2021 കാലഘട്ടത്തിലാണ് ഡൽഹിയിൽ കർഷക സമരം നടന്നത്. അത് കഴിഞ്ഞിട്ട് 2023 ഷാഫിയോടൊപ്പം, അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഷാഫിയോടൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അന്ന് ഷഹനാസ് പറഞ്ഞത്, നമ്മൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും അതിന് സൗമ്യമായി ഉത്തരം നൽകുകയും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ബഹുമാനവും മാന്യതയും നൽകുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്നാണ്. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോ അന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവായി രാഹുലിനെ പിന്തുണച്ചുകൊണ്ടും, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ പല കാര്യങ്ങളിലായിട്ട് സമരങ്ങൾ ചെയ്തതിന്റെ പുറകെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെയും പിന്തുണച്ചുകൊണ്ട് രാഹുലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഷഹനാസ് രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയാണ്. പിന്നെ എപ്പോഴാണ് ഷഹനാസിന് ഈ ഡൽഹി പോക്കും ഡൽഹിയിലെ വരുത്തും വരവും പോക്കും ഒക്കെ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് ഈ അടുത്ത കാലത്താണ്. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ സരിന്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞതോടുകൂടി ഷഹനാസ് പലതും മറന്നു തുടങ്ങി എന്നുള്ളതാണ്. സൗമ്യ സരിന്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞതോടുകൂടി ഷഹനാസ് പലതും മറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് യോജിക്കുന്നില്ല. ഷഹനാസെ ഒന്നും യോജിക്കുന്നില്ല. അപ്പോ ഈ പറയുന്നതൊക്കെ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കഴിഞ്ഞ ദുബായ് യാത്രയിൽ സരിൻ ദുബൈയിൽ പോയി ഭാര്യയുടെ പുസ്തക പ്രകാശനത്തിന് ഷാർജയിലെത്തി. അവിടെ വെച്ച് ഹണി ഭാസ്കറിനെയും ഷഹനാസിനെയും കണ്ടു എന്ന് മാത്രമല്ല, അന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കൂടി ആലോചിച്ചു, ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, ഷഹനാസിന് സൗമ്യ സരിൻ നൽകിയ ഉറപ്പ് അത് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. അങ്ങനെ ഒരു പരിഗണനാ വിഷയം പരിഗണിക്കാമെന്നുള്ള വാക്ക് ഈ പറയുന്ന ഷഹനാസിന് സരിൻ നൽകി എന്നുള്ളതാണ്. ഏതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പുറത്ത് നിന്ന് എനിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായിക്കൊണ്ട് LDF സ്ഥാനാർത്ഥിയായിക്കൊണ്ട് മത്സരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും 2026 തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സീറ്റ് തരംതിപ്പെടുത്തി തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ടുള്ള 2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ CPM-ന് വലിയ ബാധ്യത അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികളാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. അതിൽ രാഹുൽ മാങ്കൂട്ടം വെറും മാർഗം മാത്രമാണ്. ഷാഫി പറമ്പിലിനെ വീഴ്ത്തുവാൻ, ഷാഫിയിലേക്ക് എത്തുവാനുള്ള മാർഗം അതാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോ ആ രാഹുൽ വിഷയം എങ്ങനെയെങ്കിലും ഷാഫിയിലേക്ക് എത്തിക്കണം, അതാണ് ലക്ഷ്യം.
CPM-ന് ഷാഫി പറമ്പിലേക്ക് എത്തുവാനുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. അതിനുള്ള വഴിയാണ് ഇപ്പൊ ഷഹനാസ് ഒരു കാലത്ത് നിങ്ങൾ ആരെങ്കിലും കരുതിയോ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ, നിമിഷങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസ്സുകാരനായ സരിൻ അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ ഷഹനാസ് പറയുന്ന കാര്യങ്ങള് അത് എവിടെ വരെ എത്തും, എന്താണ് അതിന്റെ ലോജിക്ക്, എങ്ങനെ തുടങ്ങുന്നു, എന്താണ് ലക്ഷ്യം എന്നുള്ളതൊക്കെ കേരളത്തിന്റെ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയും ഷഹനാസെ. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ തങ്ങളുടെ തന്നെ പോസ്റ്റുകൾ അതൊക്കെ ഒന്ന് പിൻവലിച്ചതിന് ശേഷമാകാമായിരുന്നു ഇതൊക്കെ.